നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരങ്ങൾ പുരോഗമിക്കുന്നു. റയൽ മാഡ്രിഡ് ഇന്നലെ ഫെറന്റീനയുമായിട്ട് കളിച്ചു. 2-2 സമനില. എൻട്രിക് ഗോളടിച്ചു. അലക്സിസ് സീഡിയോവാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത്. കളിക്ക് ശേഷം ഹോസെ മൊറീഞ്ഞോ കളി വിലയിരുത്തുന്നുണ്ട്, താരങ്ങളെ വിലയിരുത്തുന്നുണ്ട്. അദ്ദേഹം വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ഈ കളിയിൽ 2 യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള CBയും വെച്ചാണ് കളിച്ചത്. ജോൺ മാർട്ടീനസും അതുപോലെ മാരിയോ റിവാസും. അവർ ഫാൻറ്റാസ്റ്റിക് ആയിട്ട് തന്നെ ഈ മത്സരം കളിച്ചിട്ടുണ്ട്. പക്ഷേ ഫിസിക്കലി അവർ ഇപ്പം മോയിസ് കീനെ പോലുള്ളൊരു ബീസ്റ്റിനെ നേരിടാനുള്ള ആ ഒരു ലെവലിലായിരുന്നില്ല എന്നതൊരു പ്രശ്നമാണ്. പിന്നെ ഡംഫ്രീസും എൻട്രിക്കും ഞങ്ങളോടൊപ്പം 3 ദിവസങ്ങളാണ് ട്രെയിൻ ചെയ്തത്. അവർ 70 മിനിറ്റിലധികം കളിക്കുകയും ചെയ്തു. ഫാൻറ്റാസ്റ്റിക് എഫേർട്ടാണെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ അവരോട് നന്ദി പറയുകയാണ്. അവർ ഞങ്ങൾക്ക് വേണ്ടി ഈ തിരികെ തന്ന കാര്യത്തിൽ ഐ ലൈക്ക്ഡ് എവറിത്തിങ് എന്നാണ് എൻട്രിക്കിനെ കുറിച്ചും ഡംഫ്രീസിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞത്. പിന്നെ യുവതാരങ്ങളെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ദി കിഡ്സ് ഹൂ പ്ലേഡ് എന്ന് പറഞ്ഞാൽ ജോൺ മാർട്ടീനസും മാരിയോ റിവാസും ഫാൻറ്റാസ്റ്റിക് ഫ്യൂച്ചർ ഉള്ളവരാണ്. അവർ ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ഗെയിമല്ല അവർ കളിച്ചത്. പക്ഷേ ദേ വെർ ഫാൻറ്റാസ്റ്റിക് ആൻഡ് ഷോഡ് എ ലോട്ട് ഓഫ് ക്ലാസ് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ ഇപ്പം യോൻ മാർട്ടിനസിനെയൊക്കെ ഭാവിയിലേക്കുള്ള താരം എന്ന രൂപത്തിൽ ആരാധകർ ഇപ്പോഴേ വിശേഷിപ്പിച്ച് കഴിഞ്ഞു. അതേസമയം SP കളിക്കാൻ ഇറക്കി. ഇപ്പം കഴിഞ്ഞ ദിവസമാണ് സൈൻ ചെയ്തത്. വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രം ട്രെയിനിങ് നടത്തിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഹോസെ മൊറീഞ്ഞോ പറയുന്നുണ്ട്, വി സബ്ഡ് ഓൺ പൂവർ കാർലോസ് SP. ഇപ്പോഴും അവൻ ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നെണീറ്റിട്ടില്ല. ആകെ 1 മണിക്കൂർ മാത്രമാണ് ടീമിനോടൊപ്പം അവൻ ട്രെയിനിങ് നടത്തിയിട്ടുള്ളത്. എന്നിട്ട് അവൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഏതായാലും ഇപ്പോഴും അവൻ ആ ഒരു ഫീലിംഗ് മാഡ്രിഡ് എന്താണ് എന്നുള്ളത് മനസ്സിലായി വരുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ മറ്റ് താരങ്ങൾ ഇവിടെ ട്രെയിനിങ് ക്യാമ്പിലില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു 3 ആഴ്ചയെങ്കിലും എല്ലാ താരങ്ങളെയും വെച്ച് ട്രെയിനിങ് നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് പോസിബിളല്ല. വിനിയും ബ്രാഹിമും ബെർണാഡോ സിൽവയും തിങ്കളാഴ്ച എത്തും എന്നാണ് ഇന്നലെ മൊറീഞ്ഞോ അവരുടെ കാര്യത്തിലുള്ള ഒരു അപ്ഡേഷൻ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വീണ്ടും റയൽ മാഡ്രിഡിൻ്റെ കോച്ചാകുന്നതിനെക്കുറിച്ച് എന്ത് ഫീലിംഗ് ആണ് ഇപ്പോഴും ചോദിക്കും. അദ്ദേഹം പറഞ്ഞത് അതിനുള്ളൊരു ഫീലിങ്ങിലേക്ക് ആയിട്ടില്ല, അങ്ങനെയുള്ള മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ലല്ലോ എന്നുകൂടി ഹോസെ മൊറീഞ്ഞോ പറയുന്നത്. എന്തായാലും മൊറീഞ്ഞോ യുവതാരങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നു. അതേസമയം സൂപ്പർ താരങ്ങളെ സ്ക്വാഡിലേക്ക് എത്തിച്ച് എന്ന് പറഞ്ഞാൽ വിനിയും മറ്റുള്ളവരൊക്കെ തിരികെ എത്തണം. എന്നിട്ട് ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് ഒരു ഫുൾ സ്ട്രെങ്ത്തിലാവുകയുള്ളൂ എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ വേൾഡ് കപ്പൊക്കെ ഉള്ള ഒരു ഇയർ ആയതുകൊണ്ട് കുറഞ്ഞ ട്രെയിനിങ് സമയമേ അവർക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.